ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിറ്റെക്സ് മീഡിയ. അപ്പം ഓണച്ചിത്രങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഓണച്ചിത്രത്തിലെ ഏറ്റവും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് ARM എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. കിടിലം പടം, കിഡിലോസ്കി പടം, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഒരു രക്ഷയില്ല, സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. ഇപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ പടം മുഴുവൻ ഒരു ഫെസ്റ്റിവൽ മൂഡാണ് സിനിമ നമുക്ക് തരുന്നത്. ആ സിനിമയുടെ ഫീല് തന്നെ മൊത്തത്തിൽ അങ്ങനെയാണ്, ഒരു ഫെസ്റ്റിവലാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമ 3Dയിലാണ് വന്നിട്ടുള്ളത്. 3D ഉണ്ട്, 2D ഉണ്ട്. ഞാൻ 3D ആണ് കണ്ടത്. 3D അത്യാവശ്യം സൂപ്പറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 3Dക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയായിട്ടല്ല വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള 3D നമുക്ക് സൂപ്പറായിട്ട് നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല തിയേറ്ററിൽ തന്നെ നിങ്ങൾ സിനിമ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല അറ്റ്മോസ് ഉള്ള ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിലുള്ള നല്ല വലിയ ക്യാൻവാസിൽ വരുന്ന ചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതേപോലുള്ള തിയേറ്ററിൽ തന്നെ ഈ സിനിമ ആസ്വദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ടെക്നിക്കൽ വശങ്ങളെല്ലാം സൂപ്പറാണ്. മ്യൂസിക് സൂപ്പറായിരുന്നു, സൂപ്പർ സൂപ്പർ സൂപ്പർ. അതായത് അതിനകത്ത് ടോവിനെയും അതുപോലെ തന്നെ നായികയും തമ്മിൽ വരുന്ന കോമ്പിനേഷൻ സീൻസിലെ മ്യൂസിക് സൂപ്പറാണ്. പിന്നെ ക്യാരക്ടേഴ്സിന് അറിയാമല്ലോ, അവന് 3 വേഷങ്ങളിലാണ് വരുന്നത്. അതിൽ മണിയൻ രക്ഷയില്ല, സൂപ്പർ, പൊളിച്ചടുക്കി. ഈ ഓണം മണിയൻ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പറായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ടോവിനോടെ ഞാൻ പറഞ്ഞ മണിയൻ എന്നുള്ള ക്യാരക്ടറുണ്ട്, പിന്നെ കേളു എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, പിന്നെ അജയ് എന്ന് പറയുന്ന 3 ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം അതൊക്കെ അദ്ദേഹം സൂപ്പറായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും പറയാനില്ല, ഈ സിനിമ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. 3Dയിൽ തന്നെ കാണുക പടം. പിന്നെ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ, ഈ പറയുന്ന പോലെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലുള്ള ഒരുപാട് അടിച്ചമർത്തലുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ജാതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കണക്ക് പാരമ്പര്യമായി കിട്ടുന്ന നമ്മുടെ ഇപ്പം കള്ളൻ്റെ മകൻ കള്ളൻ, അല്ലെങ്കിൽ കൊലയാളിയുടെ മകൻ കൊലയാളി, അങ്ങനെയൊക്കെ പറയുന്ന കുറേ പാരമ്പര്യമായിട്ട് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെയൊക്കെ പടം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും പടം ഒരു സൂപ്പർ പടം. ഇതുപോലൊരു ക്യാൻവാസിൽ, ഇത്രയും വലിയൊരു ക്യാൻവാസിൽ മലയാളത്തിൽ ഇത്തരം സിനിമകൾ അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് കാണിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് ഈ സിനിമയിൽ നമുക്ക് അങ്ങനെ ഒന്നും പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷേ എങ്കിൽ തന്നെയും അത് നമ്മൾ ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലാണ് അതിൻ്റെ തിരക്കഥ പോകുന്നത്. അപ്പോൾ അങ്ങനെ എഴുത്തുകാരൻ ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ ജിതിൻ ലാൽ സൂപ്പറായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇരുന്ന് പോയി കാണുക, ഓണം അടിച്ച് ആഘോഷിക്കുക.